പെൻഡുലങ്ങളുമായിട്ടുള്ള ചോദ്യങ്ങളിൽ നിങ്ങൾക്ക് പലതരത്തിലുള്ള ചോദ്യങ്ങൾ നിങ്ങൾക്ക് ഈ സമയത്ത് ചോദിക്കാവുന്നതാണ്. ഞാൻ പറഞ്ഞ എൻ്റെ പേര് തെറ്റിച്ച് പറയുക, ശരിയായിട്ട് പറയുക. യെസ് ഓർ നോ എന്നുള്ള ആ ആൻസർ ആണോ കിട്ടുന്നതെന്നുള്ളത് നിങ്ങൾ പരീക്ഷിക്കുക. അതുപോലെ പല രീതിയിൽ എൻ്റെ ഏജിനെ കുറിച്ച്, അല്ലെങ്കിൽ എൻ്റെ കണ്ണിൻ്റെ നിറം പൂച്ചക്കണ്ണാണോ, അല്ലെങ്കിൽ ഞാൻ പെണ്ണാണോ എന്നുള്ള രീതിയിലെല്ലാം നമുക്ക് വ്യത്യസ്ത രീതികളിൽ പല ചോദ്യങ്ങൾ ചോദിക്കേണ്ട സമയമാണ് ഇപ്പോൾ. ഈ അറ്റ്യൂൺമെൻറ്റിൻ്റെ സമയത്ത് നിങ്ങൾ പെൻഡുലങ്ങളുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻസ് വീണ്ടും ശ്രദ്ധിക്കുക. പെൻഡുലങ്ങളെ ഞാൻ ഒരു ഇൻഡിവിജ്വലായിട്ട് കണക്കാക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ തന്നെ സബ് കോൺഷ്യസ് മൈൻഡിലേക്ക് രജിസ്റ്റർ ചെയ്യപ്പെടുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിൻ്റെ നോളേജ് വളരെയധികം ഉണ്ട്. ഈ സമയത്ത് ഞാനൊരു ബുക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ താല്പര്യപ്പെടുന്നു. നിങ്ങൾക്ക് സാധ്യമെങ്കിൽ പവർ ഓഫ് സബ് കോൺഷ്യസ് മൈൻഡ് എന്നുള്ള ജോസഫ് മർഫിയുടെ പുസ്തകം നിങ്ങൾ വായിക്കുന്നത് നല്ലതാണ്. അതിൻ്റെ മലയാളം ട്രാൻസ്ലേഷൻ എല്ലാം ഇന്ന് ലഭ്യമാണ്. വളരെയധികം സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ച് മനസ്സിലാക്കി തരുന്ന ഒരു പുസ്തകമാണ്. പെൻഡുലം തെറാപ്പിയിൽ ഏറ്റവും കൂടുതൽ നമ്മൾ യൂസ് ചെയ്യുന്ന സബ് കോൺഷ്യസ് മൈൻഡാണ്. അതുകൊണ്ടാണ് ഞാൻ ആ പുസ്തകം റെക്കമെൻഡ് ചെയ്യുന്നത്. നിങ്ങൾ വായിക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ നിങ്ങൾ സബ് കോൺഷ്യസ് മൈൻഡിലുള്ള അറിവുകൾ വളരെയധികം, ഞാൻ അത്രയും പറഞ്ഞാണ് പോകുന്നത്. സബ് കോൺഷ്യസ് മൈൻഡിനെ കുറിച്ചുള്ള ക്ലാസ് ഞാൻ ഈ സമയത്തേക്ക് അത് എടുക്കുന്നില്ല. സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നാണ് നിങ്ങൾക്ക് കിട്ടുന്ന എല്ലാ ചോദ്യങ്ങളുടെ ഉത്തരം. ഇപ്പോൾ ഡൗസിംഗുകാർ പറയുന്നിട്ടുണ്ട്, ഞാൻ ഇന്ന് ഏത് കളറിൽ ഷർട്ട് ഇടുന്നു എന്ന് ചോദിച്ചാൽ നമുക്ക് കളർ ചാർട്ട് വെച്ചാൽ പെൻഡുലം കറക്റ്റ് കളറുകൾ കാണിച്ചു തരും. അതിട്ടാൽ വളരെ ഫേവറബിൾ ആയിട്ടുള്ള റിസൾട്ട് കിട്ടുന്ന ധാരാളം വ്യക്തികളുണ്ട്. അപ്പോൾ ഇതെല്ലാം തരുന്നത് പുറത്തുനിന്നോ അല്ലെങ്കിൽ ഒരു അദൃശ്യ ശക്തിയുടെയോ ഇൻ്റർവെൻഷൻ ഇല്ലാതെ തന്നെയാണ് നടക്കുന്നത്. നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്ന് വരുന്ന ഉത്തരങ്ങളാണ് നിങ്ങൾക്ക് അനുയോജ്യമായിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുവാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾ നിങ്ങളുടെ പെൻഡുലമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ കറക്റ്റായി വന്നു എന്നുള്ള തെളിവുകൾ നിങ്ങൾക്ക് കിട്ടിക്കഴിയുമ്പോൾ ആ പെൻഡുലങ്ങളെ കുറച്ച് നാൾ നിങ്ങളുടെ പക്കൽ തന്നെ സൂക്ഷിക്കേണ്ടത് ആവശ്യമാണ്. കാരണം ആ വൈബ്രേഷൻസ്, പെൻഡുലത്തിൽ നിന്ന് വരുന്ന വൈബ്രേഷൻസ് നിങ്ങളുടെ വൈബ്രേഷനുമായിട്ട് അത് മാച്ചായിട്ട് പോകാനായിട്ട് വളരെയധികം ഹെൽപ്പ് ചെയ്യും. അതുകൊണ്ട് പെൻഡുലങ്ങൾ മേടിച്ചാൽ ആ പെൻഡുലങ്ങൾ നിങ്ങളുടെ കൈകളിലോ നിങ്ങളുടെ പേഴ്സിലോ നിങ്ങളുടെ നിയർ ബൈ കിടക്കുന്ന ഒരു പില്ലോയുടെ താഴെയെല്ലാം വെക്കാനായിട്ട് സജഷൻ കൊടുക്കാറുണ്ട്. അതിന് കാരണം ആ ഫ്രീക്വൻസി നിങ്ങളുമായിട്ട് കുറേ സമയം ഒരുമിച്ച് കിട്ടുവാൻ വേണ്ടിയിട്ടുള്ള ഒരു അവസ്ഥ ക്രിയേറ്റ് ആവാൻ വേണ്ടിയിട്ടാണ് പറയുന്നത്. അതുപോലെ തന്നെ പെൻഡുലങ്ങൾ പലതുണ്ട്, എനർജി സോൺ പലതുണ്ട്. അതിൻ്റെ എല്ലാ പെൻഡുലങ്ങളും കൊണ്ടു നടക്കാൻ സാധ്യം അല്ല. അതിനെക്കുറിച്ചെല്ലാം നമ്മൾ തുടർ ക്ലാസ്സുകളിൽ വിശദമാക്കുന്നതാണ്. പെൻഡുലങ്ങളുടെ അറ്റ്യൂൺമെൻറ്റ്, അവരുമായിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ, ബിൽഡിംഗ് റാപ്പോ എന്നുള്ളത് ഈ തരത്തിൽ നമുക്ക് പ്രാക്ടിക്കലായിട്ട് ചെയ്തെടുക്കാൻ സാധിക്കും. അതിനുശേഷം പെൻഡുലത്തിൽ വരുന്ന ഒന്നാണ്, അതിനുശേഷം വളരെ പ്രാധാന്യമുള്ള ഒരു ക്വസ്റ്റ്യനാണ് നിങ്ങളുടെ പെൻഡുലത്തിൻ്റെ ക്വാളിറ്റിയെക്കുറിച്ചുള്ള ഒരു സ്റ്റഡി. അത് ചെയ്യാനായിട്ട് നമ്മൾ എൻ്റെ എസ് എന്താണ്, എൻ്റെ നോ എന്താണെന്ന് ചോദിച്ച പോലെ തന്നെ ഈ സമയം നിങ്ങൾ ഉപയോഗിക്കേണ്ട ഒരു കളർ ചാർട്ടുണ്ട്. ഒരു ചാർട്ടിൽ വെച്ചിട്ട് വേണം പെൻഡുലം ചെയ്യുവാനായിട്ട്. എൻ്റെ പ്രാക്ടിക്കൽ സെക്ഷൻ എന്നുള്ള ക്ലാസ്സിൽ അതിനെക്കുറിച്ചുള്ള പ്രാക്ടിക്കൽ സെഷനും ക്ലാസ്സും ഉണ്ടായിരിക്കും. ഇപ്പോൾ ഞാനതിൻ്റെ തിയറി മാത്രം പറഞ്ഞു പോകുന്നു. അതിൽ ചോദിക്കേണ്ട ചോദ്യം എന്നാണ്, വാട്ട് ഈസ് ദ റേഡിയസ്തെറ്റിക് കളർ ഓഫ് മൈ പെൻഡുലം? എൻ്റെ പെൻഡുലത്തിൻ്റെ റേഡിയസ്തെറ്റിക്, എൻ്റെ പെൻഡുലത്തിൻ്റെ ഹീലിംഗ് നിറം എന്താണ് എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് ആ ചാർട്ടിൽ പെൻഡുലം നമ്മൾ പിടിക്കുമ്പോൾ ഏതാണ് നമ്മുടെ പെൻഡുലത്തിൻ്റെ എമിറ്റ് ചെയ്യുന്ന കളർ, അതിൻ്റെ റേഡിയസ്തെറ്റിക് കളർ എന്താണെന്നുള്ളത് കാണിച്ചു തരും. ആ ഓരോ കളർ ഇൻഡിക്കേറ്റ് ചെയ്യുന്ന കുറേ മെറിറ്റ്സ് ഉണ്ട്. എന്തെല്ലാം ഹീലിംഗ് പ്രോപ്പർട്ടീസാണ് ആ പെൻഡുലത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ള ധാരാളം ഹീലിംഗ് പ്രോപ്പർട്ടീസിനെ കുറിച്ചുള്ള ക്ലാസ്സുകളും അതിനുള്ള എക്സ്പ്ലനേഷൻസും ഉണ്ട്. അതെല്ലാം പല നിലകളിൽ പല സ്റ്റേജുകളിലായിട്ട് നിങ്ങളെ പഠിപ്പിക്കുന്നതാണ്. അപ്പോൾ ആദ്യത്തെ പെൻഡുലത്തിൻ്റെ ക്വാളിറ്റി മനസ്സിലാക്കേണ്ടത്, ഇപ്പോൾ എൻ്റെ പക്കൽ നിന്ന് വാങ്ങിയാലും ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് മേടിച്ചാലും നിങ്ങൾക്ക് ലഭിക്കുന്ന പെൻഡുലത്തിന് നിങ്ങൾ ആ ചാർട്ട് ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾ അതിൻ്റെ റേഡിയസ്തെറ്റിക് കളർ ചെക്ക് ചെയ്യുമ്പോഴാണ് ആ പെൻഡുലം ഏത് ഗ്രൂപ്പിൽ പെടുന്നു,
ഏത് ഹീലിംഗ് പ്രോപ്പർട്ടീസ് ആണ് എന്ന് മനസ്സിലാക്കുന്നത്. പലരും ചോദിക്കാറുണ്ട്, എനിക്കൊരു പെൻഡുലം മതിയാവുമോ എന്ന് ചോദിച്ചാൽ നോർമലായിട്ട് ഞാൻ പറയും, നിങ്ങൾക്കൊരു ഹീലറായിട്ട് പ്രാക്ടീസ് ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തിയാണെങ്കിൽ നിങ്ങൾക്ക് 10-15 പെൻഡുലങ്ങൾ ആവശ്യം വരും. അത് പോകെ പോകെ ക്ലാസ്സുകളിൽ നിങ്ങൾക്ക് വ്യക്തമായിട്ട് വരും. എപ്പോഴും പെൻഡുലങ്ങൾ തിരഞ്ഞെടുക്കേണ്ടത്, നിങ്ങൾ ധാരാളം പെൻഡുലങ്ങൾ എവിടെ വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ടോ ആ ശേഖരത്തിൽ നിന്ന് നിങ്ങൾ ചൂസ് ചെയ്യണം. ചൂസ് ചെയ്യുന്ന കാര്യം ഞാൻ വീണ്ടും പറഞ്ഞു, ഓരോ പെൻഡുലങ്ങളും സമയമെടുത്ത് നിങ്ങളുടെ കൈകളിൽ വെച്ചുകൊണ്ട് ഒന്ന് ബ്രീത്തിങ് എടുത്ത് അതിൻ്റെ വൈബ്രേഷൻസ് നിങ്ങൾക്ക് ലഭിക്കുന്നുണ്ടോ അതിനൊന്ന് നിങ്ങൾ അതിൻ്റെ സ്ട്രിങ്ങിൽ പിടിച്ചുകൊണ്ട് നോക്കുമ്പോൾ നിങ്ങൾക്കതെല്ലാം വ്യക്തമായിട്ട് അനുഭവപ്പെടും. അങ്ങനെയുള്ള പെൻഡുലങ്ങളാണ് നിങ്ങൾ സെലക്ട് ചെയ്യേണ്ടത്. അപ്രകാരം സെലക്ട് ചെയ്ത പെൻഡുലവുമായിട്ട് നിങ്ങളൊരു ആശയവിനിമയം നടത്തിയ ശേഷം അതിനോടുള്ള ചോദ്യങ്ങൾക്ക് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിന്നുള്ള ഉത്തരങ്ങൾ കറക്റ്റായിട്ട് വരുന്നുണ്ടെങ്കിൽ അതിനുശേഷം ആ പെൻഡുലത്തിൻ്റെ ക്വാളിറ്റി, അതിൻ്റെ ഹീലിംഗ് പ്രോപ്പർട്ടീസ് മനസ്സിലാക്കേണ്ട അത്യാവശ്യമാണ്. എങ്കിൽ മാത്രമാണ് ആ ഒരു പെൻഡുലം നമുക്ക് ഏതെല്ലാം ആവശ്യത്തിന് ഉപയോഗിക്കാൻ സാധിക്കും എന്നുള്ള ഒരു തിരിച്ചറിവ് നമുക്ക് ലഭിക്കുകയുള്ളൂ. അതിനായിട്ട് നമ്മൾ പെൻഡുലങ്ങളുടെ റേഡിയോസ്തെറ്റിക് കളറ് മനസ്സിലാക്കേണ്ട ആവശ്യമാണ്. പൊതുവായിട്ട് 2 തരത്തിലുള്ള റേഡിയോസ്തെറ്റിക് കളർ എമിറ്റ് ചെയ്യുന്ന പെൻഡുലങ്ങളാണ് നിങ്ങൾക്ക് ഫൗണ്ടേഷൻ കോഴ്സിൽ ആവശ്യം. അതിലൊന്ന് വൈറ്റ്, മറ്റൊന്ന് ഗ്രീൻ നെഗറ്റീവ്. അതിനെക്കുറിച്ചുള്ള കൂടുതൽ ക്ലാസ്സുകൾ ഞാൻ പിന്നീട് വ്യക്തമാക്കുന്നതാണ്. ഈ 2 പെൻഡുലങ്ങളാണ് നിങ്ങൾക്ക് ഏറ്റവും ആദ്യം ലഭിക്കേണ്ടത്. അതുകൊണ്ട് പെൻഡുലങ്ങൾ വാങ്ങുമ്പോൾ ഫ്രീഡം ഉള്ള സ്ഥലത്താണെങ്കിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ആ ചാർട്ട് കൊണ്ടുപോയിട്ട് നിങ്ങൾക്ക് പെൻഡുലത്തിൻ്റെ റേഡിയോസ്തെറ്റിക് കളർ വൈറ്റോ ഗ്രീൻ നെഗറ്റീവോ ഉള്ള പെൻഡുലങ്ങൾ കയ്യിൽ കിട്ടുന്നത് വരെ നിങ്ങൾ സെലക്ട് ചെയ്യണം. എൻ്റെ അറിവിൽ അങ്ങനെ പെൻഡുലം കൊടുക്കുന്ന വിൽക്കുന്ന ആളുകൾ കേരളത്തിൽ തന്നെ ഇല്ല എന്നാണ് എൻ്റെ അറിവ്. വരുത്തി പലരും ഓൺലൈനിലെല്ലാം വാങ്ങുന്നതിൻ്റെ പെൻഡുലങ്ങളുടെ ക്വാളിറ്റിയിൽ എനിക്ക് വളരെയധികം ആശങ്കയുണ്ട്. കാരണം ലഭിക്കുന്ന പെൻഡുലങ്ങളുടെ ക്വാളിറ്റി നിങ്ങൾ പ്രൈസിലല്ല, ക്വാളിറ്റി സെലക്ട് ചെയ്യാനായിട്ടാണ് നിങ്ങൾ ശ്രമിക്കേണ്ടത്. പ്രൈസിലല്ല നോക്കേണ്ടത്. നിങ്ങളായിട്ടുള്ള പെൻഡുലത്തിൻ്റെ എനർജി എങ്ങനെ നിങ്ങൾക്ക് ജെല്ലാവുന്നുണ്ടെന്നുള്ളത് മനസ്സിലാക്കിയിട്ട് വേണം നിങ്ങളത് എടുക്കാൻ. ഓക്കെ, താങ്ക് യു.